നവകേരള സർവേ റദ്ദാക്കിയ ഹൈക്കോടതി വിധിക്കെതിരായ ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. കഴിഞ്ഞ തവണ ഹർജി പരിഗണിച്ച സുപ്രീം കോടതി നവകേരള സർവേ റദ്ദാക്കിയ കേരള ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്തിരുന്നു. സംസ്ഥാനത്തിന് ക്ഷേമ പദ്ധതികൾ എങ്ങനെ നടക്കുന്നു, സംസ്ഥാനത്ത് ക്ഷേമ പദ്ധതികളെല്ലാം എങ്ങനെ നടക്കുന്നു എന്നറിയാൻ സർക്കാരിന് അവകാശമുണ്ട് എന്നായിരുന്നു സുപ്രീം കോടതിയുടെ നിരീക്ഷണങ്ങൾ. അത് ജനങ്ങളെ അറിയിക്കാനും സർക്കാരിന് അവകാശമുണ്ട് എന്നുള്ള നിരീക്ഷണവും എത്തിയിരുന്നു. PR അരവിന്ദാണ് ചേരുന്നത് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. അരവിന്ദ്, ഈ ഇത്തരത്തിലുള്ളൊരു നിരീക്ഷണമൊക്കെ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നെങ്കിലും പിന്നീട് ഇലക്ഷൻ വരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം സർവേയുമായി മുന്നോട്ട് പോകാൻ സർക്കാരിന് കഴിയാത്തൊരവസ്ഥ കൂടിയുണ്ട്. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്? ഈ വരവ് ചിലവ് കണക്ക് എന്നുള്ള രീതിയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് സർക്കാർ കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്? ഇന്നിപ്പോൾ എന്താണ് അതിലൊരു പുരോഗമനം ഉണ്ടാകുക? സ്മിത പ്രവിധ, നവകേരള സർവേക്ക് റദ്ദാക്കിക്കൊണ്ട ഹൈക്കോടതി ഉത്തരവിനെതിരെയുള്ള ഹർജികളാണ് ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കുക. കഴിഞ്ഞ തവണ ഈ ഹർജികൾ പരിഗണിച്ചപ്പോൾ ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരുന്നു. പ്രധാനമായും ഹർജിക്കാർ കഴിഞ്ഞ തവണ സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാണിച്ചത് നവകേരള സർവേ എന്ന് പറയുന്നത് വലിയ ദൂർത്തടിക്കുന്ന ഒരു പരിപാടിയാണ്. ഇത് സംസ്ഥാന സർക്കാർ നടത്തുന്നത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് എന്നതായിരുന്നു ഈ ഹർജിക്കാരടക്കം ചൂണ്ടിക്കാണിച്ചത്. പക്ഷേ അത്തരം വാദങ്ങളൊന്നും കഴിഞ്ഞ തവണ സുപ്രീം കോടതി മുഖവിലേക്ക് എടുത്തിരുന്നില്ല. സുപ്രീം കോടതി പ്രധാനമായും അന്ന് ചൂണ്ടിക്കാണിച്ചത് ക്ഷേമ പദ്ധതികൾ സംസ്ഥാനത്ത് എങ്ങനെ നടക്കുന്നു എന്ന് അറിയാൻ വേണ്ടിയുള്ള അവകാശം അത് സംസ്ഥാന സർക്കാരിനുണ്ട് എന്നതാണ്. ഇതിന് പിന്നാലെ ഇതുമായി ബന്ധപ്പെട്ട കണക്കുകൾ സമർപ്പിക്കുവാൻ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം സംസ്ഥാന സർക്കാർ ഇത്തരത്തിൽ സർവേയുമായി ബന്ധപ്പെട്ട കണക്കുകൾ സമർപ്പിച്ചിരിക്കുന്നത്. ഇതിൽ ചൂണ്ടിക്കാണിക്കുന്നത് നവകേരള സർവേക്ക് വേണ്ടി അനുവദിച്ചത് 20 കോടി രൂപയാണ്. ഈ 20 കോടി രൂപയിൽ 13 കോടി രൂപ ആണ് ഈ നവകേരള സർവേക്ക് വേണ്ടി ചിലവായത്. അതിൽ ആ ബ്രൗഷറിന് വേണ്ടി 5 കോടി അതുപോലെ തന്നെ മറ്റ് കത്തിന് വേണ്ടി 1 കോടിയും ചിലവായിട്ടുണ്ട്. വോളണ്ടിയർമാരുടെ യാത്രയ്ക്ക് വേണ്ടിയാണ് 1,45 ലക്ഷം രൂപ ചിലവായതെന്നും സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നു. ക്ഷേമ പദ്ധതികൾ എങ്ങനെ നടപ്പിലാക്കുന്നു എന്ന് അറിയാൻ വേണ്ടിയാണ് നവകേരള സർവേ നടപ്പിലാക്കിയതെന്നാണ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. എന്തായാലും ഇതിൽ ഇന്ന് വിശദമായ ഒരു വാദം കേൾക്കും. എന്തായാലും ഹർജിക്കാരുടെ ആവശ്യം, കാരണം പ്രധാനമായും ഈ സംസ്ഥാനത്ത് ഇതൊരു ദൂർത്താണ്, ഇത്തരത്തിൽ ക്ഷേമ പദ്ധതികൾ കൃത്യമായി അറിയേണ്ട ആവശ്യം സംസ്ഥാന സർക്കാരിനില്ല എന്നടക്കമുള്ള വാദങ്ങൾ ഹർജിക്കാർ ചൂണ്ടിക്കാണിച്ചിരുന്നു. എന്തായാലും ഈ കണക്കിൽ മേലായിരിക്കും ഇന്നൊരു വാദം പുരോഗമിക്കുക. സ്മിത പ്രവിധ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.